SSLC മാർച്ച് 2026 പരീക്ഷയ്ക്ക് കേരളത്തിൽ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികളും ഗൾഫ് മേഖലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 633 കുട്ടികളും ലക്ഷദ്വീപിൽ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 386 കുട്ടികളും 2026 മാർച്ചിലെ SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SSLC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ആവശ്യമായ ഉത്തരക്കടലാസുകളുടെ വിതരണം 41 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും സ്കൂളുകളിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ 41 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിയിട്ടുണ്ട്. സോർട്ടിംഗ് പൂർത്തിയാക്കി ബാങ്ക്, ട്രഷറി എന്നിവയുടെ സേഫ് ലോക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. SSLC പരീക്ഷയ്ക്ക് ആവശ്യമായ ചീഫ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് എന്നിവരുടെ നിയമനം പൂർത്തീകരിച്ചിട്ടുണ്ട്. SSLC പരീക്ഷയുടെ ഇൻവിജിലേഷൻ ജോലി നിർവഹിക്കുന്നത് സംസ്ഥാനത്ത് 26,000-ഓളം അധ്യാപകരാണ്. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 950 അഡീഷണൽ ചീഫ് എക്സാമിനർമാരെയും 9,000 എക്സാമിനർമാരെയും 72 ക്യാമ്പുകളിലായി നിയമിക്കുന്നതിനായി ഇതിനകം തന്നെ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത അധ്യാപകർക്ക് മാർച്ച് 2ാം വാരത്തിൽ തന്നെ നിയമന ഉത്തരവ് നൽകുന്നതാണ്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ മാസം 7-ന് ആരംഭിച്ച് ഏപ്രിൽ 28-ന് പൂർത്തീകരിക്കും. ഫലപ്രഖ്യാപനം 2026 മെയ് 3ാം വാരത്തിനുള്ളിൽ SSLC പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം നടത്തുന്നതാണ്. SSLC പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ 2026-27 അധ്യയന വർഷത്തെ +1 പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുൻവർഷത്തെപ്പോലെ സീറ്റുകൾ പ്രവേശനത്തിന് ലഭ്യമാണ്. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുന്നതാണ്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി +1 ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. മുൻവർഷം ക്ലാസുകൾ ആരംഭിച്ചത് ജൂൺ 18-നായിരുന്നു. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി സമയബന്ധമായി പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. 2026 1ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 5-നും 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 6-നും ആരംഭിക്കുന്നതാണ്. നിലവിലെ രജിസ്ട്രേഷൻ പ്രകാരം ഹയർ സെക്കൻഡറി 1-ും 2-ഉം വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇനി പറയുന്നു. 1ാം വർഷ വിദ്യാർത്ഥികളുടെ എണ്ണം 4,11,025. 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ 3,41,222. 2ാം വർഷ വിദ്യാർത്ഥികളുടെ എണ്ണം 4,52,437. പരീക്ഷാ കേന്ദ്രങ്ങൾ 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി 1,984 പരീക്ഷാ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്താനായി 89 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 6 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കുന്നതാണ്. മെയ് 22-ന് ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ 1,966-ഉം ഗൾഫ് പരീക്ഷാ കേന്ദ്രങ്ങൾ 7-ഉം ലക്ഷദ്വീപ് പരീക്ഷാ കേന്ദ്രങ്ങൾ 9-ഉം മാഹി പരീക്ഷാ കേന്ദ്രങ്ങൾ 2-ഉമാണ്. ഇൻവിജിലേറ്റർമാരായി 29,000-ഓളം അധ്യാപകരെയാണ് ആവശ്യമായി വരുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ വിദ്യാർത്ഥികളുടെ എണ്ണം 26,829-ഉം 2ാം വർഷം റെഗുലർ വിദ്യാർത്ഥികളുടെ എണ്ണം 26,826-ഉമാണ്.
പരീക്ഷാ സെന്ററുകളുടെ എണ്ണം 389, മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ എണ്ണം 8, പരീക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ട അധ്യാപകരുടെ എണ്ണം 3700-മാണ്. തിയറി പരീക്ഷകൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് 2026 ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കുന്നതാണ്. ഗൾഫ് മേഖലയിലെ പരീക്ഷ. മധ്യ പൌരസ്ത്യ ദേശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷാ നടത്തിപ്പ് ഒരു പ്രതിസന്ധിയിലാണ്. SSLC മാർച്ച് 5-ലെ പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവയ്ക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഗൾഫിലും കേരളത്തിലുമായി ചില വിദ്യാർത്ഥികൾ പരീക്ഷാ സെന്ററുകൾ എത്തിച്ചേരുവാനാകാതെ പരീക്ഷ എഴുതുവാൻ കഴിയില്ല എന്ന ആശങ്കയിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്കൊപ്പമുണ്ട്. അങ്ങനെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ, പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷയുടെ മെറിറ്റും പരിശോധിച്ച് കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളും.